വിമർശകരോട് പറയാനുള്ളത് ഇനി സഞ്ജുവിന്റെ കാലമാണ്. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് സഞ്ജു സാംസൺ, മലയാളികളുടെ അഭിമാനം അല്ല, ഇന്ത്യയുടെ അഭിമാനം, ഇന്ന് വീണ്ടും സെഞ്ചുറി അടിച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 ഇന്നിങ്സിൽ തുടരെ അദ്ദേഹം 0-ന് പുറത്തായപ്പോൾ അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയവരെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ പരമ്പരയിൽ 2ാമത്തെ സെഞ്ചുറി. അദ്ദേഹത്തെ ടീമിൽ നിന്ന് തഴയപ്പെട്ടതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും വിവാദമായത് അവസാനം അദ്ദേഹത്തിന്റെ പിതാവിന്റെ വാക്കുകളാണ്. അതിനോട് യോജിക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരുണ്ട്. എന്തായാലും സഞ്ജുവിനെ വിമർശിക്കാൻ മാത്രം കാരണം നോക്കി നടക്കുന്നവരോട് പറയാനുള്ളത്, അദ്ദേഹം ഇനിയും 0-ന് പുറത്താകില്ല എന്നൊന്നും നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ക്രിക്കറ്റ് കളിയാണ്, എന്തും സംഭവിക്കാം. പക്ഷെ അദ്ദേഹത്തിന് പ്രതിഭയുണ്ട്, അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള അർഹതയുണ്ട് എന്ന് ഈ 1.5 മാസക്കാലത്തിനിടക്ക് 3 സെഞ്ചുറികൾ അടിച്ചുകൊണ്ട് അദ്ദേഹം അത് തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്കത് മതിയായിട്ടില്ലെങ്കിൽ ഇനിയും ആ ബാറ്റിൽ നിന്ന് സെഞ്ചുറികൾ പിറന്നുകൊണ്ടിരിക്കും, ഒരു സംശയവുമില്ല. കാലം തെളിയിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട വർഷങ്ങൾ നിരവധിയാണ്, അതിലൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പിതാവിന്റെ വാക്കുകളെ വളച്ചൊടിച്ചോ അതല്ലെങ്കിൽ അത് ഒരു അനവസരത്തിലായി പോയി എന്നോ ചിന്തിക്കുന്നവർക്ക്, തോന്നിക്കുന്നവർക്ക്, പക്ഷേ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട ആ അവസരങ്ങളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്നോ അവസരം ലഭിക്കേണ്ട പ്രതിഭയുള്ള ഒരു കളിക്കാരനായിരുന്നു അദ്ദേഹം. അത് മികച്ച ക്രിക്കറ്റർമാരെല്ലാം വിലയിരുത്തിയതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രസ്താവന. ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനെ എടുത്തിട്ടില്ലെങ്കിൽ അത് സഞ്ജുവിന്റെ നഷ്ടമല്ല, മറിച്ച് ഇന്ത്യൻ ടീമിന്റെ നഷ്ടമായിരിക്കുമെന്ന് അദ്ദേഹം അന്നേ ഓർമ്മപ്പെടുത്തിയതാണ്. ഗൗതം ഗംഭീർ കോച്ചായി ചുമതലയേറ്റതിന് ശേഷം സഞ്ജുവിനെ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടുന്ന് അദ്ദേഹത്തിനെ വേണ്ട വിധത്തിൽ കളത്തിൽ ഉപയോഗിക്കുന്നു. മാത്രമല്ല, 2020 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസണ് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നു. വിമർശകരോട് പറയാനുള്ളത് ഇനി സഞ്ജുവിന്റെ കാലമാണ്, സഞ്ജുവിൻ്റേത് മാത്രം. കാത്തിരിക്കാം. അത്യുജ്വല ഇന്നിങ്സുകൾ പിറക്കുന്ന മഹത്തായ ദിനങ്ങൾ ഇനിയും നമ്മിലേക്ക് കടന്നു വരാനുണ്ട്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം നൽകിക്കൊണ്ട് ഒരു സംശയവും വേണ്ട. ഇന്ന് ഇത്രമാത്രം പറഞ്ഞു നിർത്തുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. UAE ടെന്നീസ് ക്രിക്കറ്റിലെ 1 ഡേ ടൂർണമെന്റുകൾ, ലീഗ് ടൂർണമെന്റുകൾ, എല്ലാ മത്സരങ്ങളും ഫൈനലുകളും അതിന്റെ ആവേശം ഒട്ടും ചോരാതെ വിത്ത് മലയാളം കമന്ററിയോടുകൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ പിന്തുണയാണ് നമ്മുടെ ഊർജ്ജമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിട പറയുന്നു. വോയിസ് ഓഫ് മുജീബ്.